ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കാർട്ടൂൺ ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ പിക്ചറാണിത്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ട്യൂൺ ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോസ് മാത്രമേ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. നമ്മുടെ കാർട്ടൂൺ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോട്ടോ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ക്യാമറ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെൽഫി എടുത്തും പിക്ചർ കാർട്ടൂണാക്കി മാറ്റാം. അതല്ലെങ്കിൽ ഗാലറി എന്നതിൽ ക്ലിക്ക് ചെയ്ത് വേറെ ഏതെങ്കിലും ഫോട്ടോ ആണ് വേണമെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ ഇവിടെ ഈ ഒരു ഫോട്ടോ ചൂസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫേസ് അനലൈസ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഓക്കെ കൊടുക്കാം. ബാക്കിലോട്ട് വരാം. നമ്മളുടെ പിക്ചറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർട്ടൂൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ കുറേയധികം കളറുണ്ട്. ഏതെങ്കിലും കളർ നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. അതുപോലെ താഴെയായിട്ട് കുറേയധികം ടെംപ്ലേറ്റുകളുണ്ട്. ഉണ്ടോ? അതുപോലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെംപ്ലേറ്റാണിത്. നമുക്കിത് തന്നെ ഒന്ന് ചൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഫോട്ടോ എങ്ങനെ ടെംപ്ലേറ്റിൽ കൊണ്ടുവരണം എന്നുള്ള ട്യൂട്ടോറിയലാണ്. അതായത് നമ്മുടെ ഫോട്ടോ ഇതുപോലെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അത്തരത്തിൽ നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റിൻ്റെ മാച്ചാവുന്ന രീതിയിൽ നമ്മളുടെ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ തലയുടെ ഭാഗം മാത്രം മതി, ബാക്കി ഷർട്ടിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇറേസ് എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ അതിൻ്റെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഇൻഫർമേഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഓക്കെ കൊടുക്കാം. ഇവിടെ നമ്മുടെ ആ ബ്രഷിൻ്റെ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ഇങ്ങനെ നമ്മുടെ ആ ഒരു ഷർട്ട് മായ്ച്ച് കളയാം. അതുപോലെ അവിടെ ആവശ്യമായിട്ടുള്ള പോർഷൻ ഇതുപോലെ മായ്ച്ചു വിട്ടുണ്ടെങ്കിൽ ഇവിടെ അൺഡു ഉണ്ട്. അൺഡു ചെയ്ത് അതെടുക്കുക. അതിനുശേഷം കറക്റ്റായിട്ട് അക്യുറേറ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന അപ്ലൈ എന്നത് ക്ലിക്ക് ചെയ്യാം. ഇനി ഈ ഒരു നമ്മുടെ കാർട്ടൂൺ പിക്ചറിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മറ്റേ ടെംപ്ലേറ്റിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവെക്കുക. ഓക്കെ, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അപ്ലൈ എന്നത് ക്ലിക്ക് ചെയ്യാം. അതുപോലെ സേവ് ചെയ്യാനായിട്ട് സേവ് എന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ സേവ് എന്നത് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പിക്ചർ സേവ് ആവുന്നുണ്ട്. ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിലൊന്ന് കയറി നോക്കാം. ഗാലറിയിൽ നമ്മുടെ ആ പിക്ചർ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചറായി സെറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും. അതുപോലെ ആപ്ലിക്കേഷനിൽ ഇനിയും കുറേയധികം ടെംപ്ലേറ്റുകളുണ്ട്. അതൊക്കെ ചിലത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതാണ്, ചിലത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേണമെങ്കിൽ വീണ്ടും ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഫോട്ടോ ചേഞ്ച് ചെയ്യാം.